എന്റെ മരണമെടുത്തു നബിയെ, എന്റെ മരണമെടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് അവിടുന്ന് യാത്ര പറയുകയാണ്, അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തൊരു പെണ്ണിനും ഒരു മക്കൾക്കും കാണാൻ കഴിയാത്ത ഒരു കാര്യമല്ലേ. അവിടുന്ന് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ പൊരുത്തം ചോദിക്കുകയാ. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകനും പിരിയാൻ കഴിയാതെ കരയുകയാണ്. പ്രവാചകനും അവിടുന്ന് കരയുന്നു, ഖദീജ ബീവിയെ സമാധാനിപ്പിക്കുന്നു, ഖദീജ ബീവിയെ സമാധാനിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം യാത്രയെല്ലാം പറന്നു കിടന്നപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അടുത്ത് വിളിക്കുകയാണ്. മോളെ ഫാത്തിമ, ഉമ്മാടെ പൊന്നുമോളിങ്ങ് വാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അടുത്ത് പിടിച്ചു. എന്നിട്ട് ഫാത്തിമയുടെ കയ്യിൽ പിടിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. ഖദീജ ബീവി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ, എന്തിനാ ഖദീജ നീ കരയുന്നത്? എന്തിനാ ഖദീജ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്റെ പൊന്നാര മകള് ചെറിയ പെണ്ണാണല്ലോ, എന്റെ ഫാത്തിമയ്ക്ക് ചെറിയ പ്രായമാണല്ലോ. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉമ്മയുടെ ആവശ്യം വരുന്ന സമയമാണല്ലോ. ഒരു പെണ്ണിന് ഉമ്മയാണല്ലോ വേണ്ടത്, ഒരു ഉമ്മയുടെ സഹായം വേണ്ട സമയമാണല്ലോ. പക്ഷേ ഞാൻ പോകുകയാണല്ലോ നബിയേ, എനിക്ക് ഫാത്തിമയെ കുറിച്ച് ഓർത്തിട്ട് വല്ലാത്ത വേദനയുണ്ട്. ഫാത്തിമ എന്ന് പറയുന്ന എന്റെ പൊന്നാര മകളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത വേദനയാ. എന്റെ മോളെ പിരിയാൻ പോകുകയാണല്ലോ, എന്റെ പൊന്നാര മകളെ പിരിയാൻ പോകുകയാണല്ലോ. അവസാനം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ ഇങ്ങനെ പൊന്നാര മകളുടെ കൈ പിടിച്ചു കൊടുക്കുകയാ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വാപ്പാടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഫാത്തിമാനെ ഒരിക്കലും കരയിപ്പിക്കല്ലേ നബിയേ, എന്റെ പൊന്നുമോളെ വേദനിപ്പിക്കല്ലേ നബിയേ. എന്റെ പൊന്നാര മകളുടെ കണ്ണ് നിറയാതെ, ഫാത്തിമയുടെ കണ്ണ് നിറയാതെ ഫാത്തിമയെ നല്ലതുപോലെ നോക്കിക്കൊള്ളണേ നബിയേ. ഉമ്മയതാ തന്റെ പൊന്നാര മകളെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറയുകയാ, എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കരുത്, എന്റെ ഫാത്തിമയെ കരയിപ്പിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ഖദീജ, ഫാത്തിമ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല, ഫാത്തിമാനെ ഞാൻ ഒരിക്കലും കരയിപ്പിക്കില്ല. അവിടുന്ന് പടച്ചവനെ യാത്ര പറയുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയാ. ഖദീജ ബീബി അവിടുന്ന് മരണപ്പെടുകയാണ്. പടച്ചവനെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ആ വീടിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ചെറിയ പെണ്ണിന്റെ ഉമ്മയാണ് മരണപ്പെടുന്നത്. ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയുമോ? തന്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് മരണപ്പെട്ടു. വാപ്പായിക്കാണെങ്കിൽ ഉമ്മയോട് വല്ലാത്ത സ്നേഹമാ. ഫാത്തിമയ്ക്കറിയാ എന്റെ ഉപ്പാടെ ജീവനാണെന്ന്, ഉപ്പായിക്ക് ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണെന്ന് ഫാത്തിമയ്ക്കറിയാ. അത് ചരിത്രം വായിച്ചു നോക്കിയാ അറിയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയായ ഖദീജ ബീബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലെങ്ങാണ് ഖദീജ എന്ന് പറഞ്ഞ പ്രവാചകന് മരിക്കുന്ന കാലം വരെ കണ്ണ് നിറയുമായിരുന്നു. ഖദീജ എന്ന് പറയുന്ന പേര് പറഞ്ഞാൽ തന്നെ പ്രവാചകന് കരയുമായിരുന്നു. അത്രയ്ക്കും സ്നേഹമാ ഖദീജാന്, അത്രയ്ക്കും സ്നേഹമാ ഖദീജയെ. അതാ പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയതിന്റെ വേദനയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. മറു സൈഡിൽ ഉമ്മ മരണപ്പെട്ടതിന്റെ വേദനയിൽ ഫാത്തിമ. പക്ഷേ
ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന വാപ്പാടെ ചാരത്ത് പോവുകയാണ്. മരണപ്പെട്ടതിന്റെ വേദനയിലിരിക്കുന്ന പ്രവാചകന്റെ ചാരത്ത് ചെന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സമാധാനിപ്പിക്കുകയാ. എങ്ങനെയാ സമാധാനിപ്പിച്ചതെന്നറിയുമോ? എങ്ങനെയാ സമാധാനിപ്പിച്ചതെന്നറിയുമോ? ഒരു ഉമ്മ മകനെ എങ്ങനെയാണോ നോക്കുന്നത്, ഒരു ഉമ്മ മകനെ എങ്ങനെയാണോ നോക്കുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ വിളിച്ച പേരെന്തെന്നറിയോ? ഉമ്മു അബീഹാ, വാപ്പാടെ ഉമ്മ, വാപ്പാടെ ഉമ്മ. ഫാത്തിമയെ കാണുമ്പോ മുത്തുനബി പറയുമായിരുന്നു, വാപ്പയുടെ ഉമ്മയാ ഫാത്തിമ. ഒരു ഉമ്മ എങ്ങനെയാണോ മകനെ സ്നേഹിക്കുന്നത്, തന്റെ ഭാര്യ മരണപ്പെട്ടതിന്റെ വേദനയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞപ്പോ ഒരു ഉമ്മ എങ്ങനെയാണോ മകനെ സമാധാനിപ്പിക്കുന്നത്, അതുപോലെ ഫാത്തിമ എന്ന് പറയുന്ന മകള് പോയിട്ട് വാപ്പാനെ സമാധാനിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു ഫാത്തിമ ഉമ്മു അബീഹ, വാപ്പയുടെ ഉമ്മ, വാപ്പയുടെ ഉമ്മ. പ്രവാചകന്റെ ഏറ്റവും കൂടുതൽ വേദനയുണ്ടായ, പ്രയാസമുണ്ടായ സമയത്ത്, ഖദീജ ബീവി മരണപ്പെട്ട സമയത്ത് ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു ചെറിയ മകളാ മുത്തുനബി സമാധാനിപ്പിച്ചത്. തിരിച്ചോ, ഉമ്മ മരണപ്പെട്ടു പോയ ഒരു മകൾ, ആ മകളെ സമാധാനിപ്പിച്ചത് വാപ്പയ. ഉമ്മയുടെ കുറവ് വരുത്തിയില്ല, ഉമ്മയുടെ കുറവ് വരുത്തിയില്ല, ഉമ്മാടെ കുറവ് മുത്തുനബി ഫാത്തിമയ്ക്ക് വരുത്തിയില്ല. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ നീ എന്റെ കരളിന്റെ കഷ്ടമാ ഫാത്തിമ, ഉപ്പാടെ കരളിന്റെ കഷ്ടമാണ് എന്റെ പൊന്നുമോള്. അങ്ങനെ രണ്ടുപേരും പരച്ചവനെ പരസ്പരം ഇങ്ങനെ സ്നേഹത്തോടെ കഴിയുകയാണ്. പക്ഷേ പീഡനങ്ങൾക്ക് കുറവില്ലല്ലോ, എവിടെ നോക്കിയാലും വല്ലാത്ത പീഡനങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ പടച്ചവരെ സ്വഹാബത്ത് കടന്നു വരികയാണ്. പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയെ പീഡനങ്ങളാണ്. കണ്ടോ നബിയെ, വസ്ത്രം ഇങ്ങനെ ഉയർത്തിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. പഠിപ്പിച്ച കമ്പി കൊണ്ട് ഞങ്ങളുടെ പച്ചയിറച്ചി കരിച്ചിരിക്കുന്നത് കണ്ടോ നബിയെ. പ്രവാചകന്റെ മുന്നിൽ വന്ന് സ്വഹാബത്ത് മുഴുവനും കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹിജ്റ പോകാറ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാറ് അല്ലാഹുവിന്റെ പ്രവാചകൻ അനുവാദം കൊടുത്തു. സ്വഹാബത്ത് മുഴുവനും ഹിജ്റ പോവുകയാണ്, സ്വഹാബികൾ മുഴുവനും ഹിജ്റ പോവുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പടച്ചവനെ തന്റെ പൊന്നാര മക്കളായ റുഖിയ ബീവി, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, പടച്ചവൻ അതുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, രണ്ട് പെൺമക്കളെയും വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വാപ്പ മദീനത്തേക്ക് ഹിജ്റ പോവുകയാണ്, വാപ്പ നാട് വിടാൻ പോവുകയാണ്, ഉപ്പാൻ ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണ്, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തു, എന്റെ പൊമ്മക്കളെ നീ എങ്ങനെയെങ്കിലും മദീനയിൽ എത്തിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പെൺമക്കളുടെ കാര്യം ഏൽപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകാൻ തീരുമാനിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഹിജ്റ പോകാൻ തീരുമാനിച്ചു.